ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു പുതിയ ട്രിക്ക് പഠിപ്പിച്ചു തരാം. നമ്മൾ മലയാളത്തിലെ ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള സെൻറ്റൻസൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം നമ്മളെ മനസ്സിലേക്ക് ഉടനെ ഓടിയെത്തണം ഒരു ചാൻസ്. എന്താണത്? ഇപ്പോൾ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ടുണ്ട് എന്നുള്ള അർത്ഥം നമ്മൾ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ എന്തിൽ പറയണം? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ അങ്ങ് പറഞ്ഞോളാം. എങ്ങനെ പറയാ? ഇപ്പോൾ ഞാൻ പോയിട്ടുണ്ട്, ഐ ഹാവ് ഗോൺ. അവൾ വന്നിട്ടുണ്ട്, ഷി ഹാസ് കം. ഓക്കെ, എന്തുകൊണ്ട് അവിടെ ഹാവ് വെച്ചത്? ഐ ഹാവ് ഗോൺ, ഐ യു വി ദേ, ഇതിൻ്റെ കൂടെ ഹാവ് ആണ് വരാം. അവൾ പോയിട്ടുണ്ട്, ഷി ഹാസ് ഗോൺ, എന്തുകൊണ്ട് ഹാസ് വെച്ചേ? ഷീ ഹി ഇറ്റ്, ഇതിൻ്റെ കൂടെ ഹാസ് ആണ് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ടുണ്ട് എന്നുള്ള അർത്ഥം വരുമ്പോൾ നമ്മൾ ഉടനെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയുക. പിടികിട്ടിയില്ലേ? ഇംഗ്ലീഷ് ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. അവൻ ലണ്ടനിലേക്ക് 3 തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പറയും? ഹി ഹാസ് വിസിറ്റഡ് ലണ്ടൻ 3 ടൈംസ്. ഹി ഹാസ് വിസിറ്റഡ് ലണ്ടൻ 3 ടൈംസ്. അവൻ ലണ്ടനിൽ 3 തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ടുണ്ട് എന്നുള്ള അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലങ്ങ് പറഞ്ഞാൽ മതി. ഇനി അവൾ ഹോം വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. അവൾ അവളുടെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവൻ ഇന്നലെ നമുക്ക് ഇന്നത്തെ കാര്യം പറയാം അല്ലേ? അവൻ ഇന്ന് വിളിച്ചിട്ടുണ്ട്. എങ്ങനെ പറയും? ഹി ഹാസ് കോൾഡ് മീ ടുഡേ. അവൻ ഇന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടുണ്ട് എന്ന് പറയാൻ നമ്മളെ മനസ്സിൽ ഉടനെ ഓടിയെത്തണം. എന്ത് ടെൻസിലാണ് പറയുക? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ. ഇതേപോലെ തന്നെ ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക എങ്ങനെയാണ്? അവൻ പോയിട്ടുണ്ടായിരുന്നു, അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ പാടിയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ ഹാവ് ഇല്ലേ, അവിടെ നമ്മൾ ഹാഡ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റായി. അപ്പോൾ സബ്ജക്റ്റ് വയ്ക്കുക, ഹാഡ് വയ്ക്കുക, then വെർബിൻ്റെ തേർഡ് ഫോം വയ്ക്കുക. ഇതേ സെൻറ്റൻസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അവൻ ലണ്ടനിൽ 3 തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടുണ്ടായിരുന്നു അല്ലേ? He had visited London 3 times. അവൻ ലണ്ടൻ 3 തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. She had called me yesterday. വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവൾ അവളുടെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. She had finished her homework. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ടുണ്ട് എന്ന് പറയാൻ നമ്മൾ എന്ത് വെക്കണം? സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസോ അല്ലെങ്കിൽ ഹാവോ വയ്ക്കുക, ദെൻ വെർബിൻ്റെ തേർഡ് ഫോം വയ്ക്കുക. ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ നമ്മൾ സബ്ജക്റ്റ് വയ്ക്കുക, ഹാഡ് വയ്ക്കുക, വെർബിൻ്റെ തേർഡ് ഫോം വയ്ക്കുക. So to learn more, please watch my all videos. Thank you.